ഹലോ ഗൈസ്. അപ്പോൾ നമുക്ക് കൊമേഴ്സ് ഡേയുടെ ബാക്കി വിശേഷങ്ങളായാലോ? ഈ വീഡിയോയിൽ ആഫ്റ്റർനൂൺ സെഷൻസ് പ്രോഗ്രാംസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം രാവിലത്തെ പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കും, കയറി കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ സെമിനാർ ഹാളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഷാർക്ക് ടാങ്ക് ആണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പോട്ടിൽ അവർക്ക് ഓരോ പ്രോഡക്റ്റ് കൊടുക്കും. എന്നിട്ട് 2 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമും കൊടുക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഇവർ പ്രിപ്പയർ ആയിട്ട് ജഡ്ജസിന് മുമ്പിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ പറയുക. മീൻസ് ആ ഒരു പ്രൊഡക്റ്റ് അവർ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന രീതിക്ക് വേണം അവരുടെ അടുത്ത് പറയാൻ. ജഡ്ജസ് ആണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആർക്കാണോ കിട്ടുന്നത് അവരാണ് ഇതിനകത്ത് ജയിക്കുന്നത്. ഓരോരുത്തർക്കും ഡിഫറെന്റ് പ്രോഡക്ട്സ് ആയിരിക്കും കൊടുക്കുന്നത്. വീക്കിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അത്രത്തോളം കെമിക്കൽസ് കുറഞ്ഞ ഒന്നായിരിക്കും. പിന്നെന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. കാര്യം നമ്മളിത് തുളസി പോലുള്ള ആയുർവേദിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് അൻസിലായിരുന്നു കേസ് കയറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തോ അൻസിൽ എല്ലാ പ്രോഗ്രാമിലും കയറി അങ്ങ് തിളങ്ങുന്നുണ്ട്. ഓക്കെ, ഈ പേനയ്ക്ക് എന്ന് പറഞ്ഞാൽ 20 രൂപ വില വരുന്നത്, 20 രൂപ. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ പേന എന്റെ മേടിക്കുന്നവർക്ക് ഒരു വട്ടം മേടിച്ചാൽ മാത്രം മതി. തിരിച്ച് എന്റെ കടയിൽ വരുമ്പോൾ ഡി കെ ഫ്രണ്ടിൽ നിന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ, അങ്ങോട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റീഫിൽ ആക്കി തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റീഫിൽ ചെയ്യാം. ഒരു 5 വർഷത്തേക്ക് 6 വർഷത്തേക്ക് എത്ര വന്നോ എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാം. അങ്ങനെ എന്തോ നമ്മൾ അൻസിലിന്റെ പ്രകടനത്തിൽ നമ്മൾ ജഡ്ജസ് വീണു ഗൈസ്. വാരിക്കൊരു ചെലവാക്കിയവർ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ അൻസിലിനായിരുന്നു ഗൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ആവേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. അൻസിലിന് ഫാൻസ് കൂടുതലാണ് ഗൈസ്. അങ്ങനെ വിജയായി അൻസലിനെ കാത്തിരുന്നത് സ്പൈഡർമാന്റെ 2 ടിക്കറ്റുകളായിരുന്നു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിന്റെ വക ഒരു ഫാഷൻ ഷോ ആയിരുന്നു. Minis 2026 title winner, Star Wars 2026 title winner. എടാ നടത്തം നോക്കടാ, നടത്തം കണ്ട് ഞങ്ങൾ തന്നെ കൊച്ചിൻ്റെ ഒരു ഫാൻ ആയി പോയേട്ടാ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഈ ഒരു പ്രായത്തിലും ഇത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് ഇറ്റ്സ് അമേസിങ്. പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സിസ്റ്റിംഗ് അല്ലാത്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആരാണോ ചെയ്യുന്നത് അവർക്കാണ് പ്രൈസ്. എന്നാലും പെർഫോം ചെയ്തവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരുന്നു. അങ്ങനെ ജയിച്ചത് നമ്മുടെ ഫൈനൽ ഇയർ ബികോം ഫിനാൻസിലെ ചേച്ചിമാരായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു ഫുള്ള് മന്തിയായിരുന്നു. അങ്ങനെ ഇതോടുകൂടി നമ്മളെ കൊമേഴ്സ് ഡേയുടെ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.